പശ്ചിമേഷ്യൻ യുദ്ധം വഷളാകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. കാരണം യുദ്ധത്തിന് പരിസമാപ്തി കുറിക്കുന്നുവെന്നും ചർച്ചകൾക്ക് അവസരമൊരുക്കുന്നുവെന്നും പറയുന്നതിൽ നിന്ന് ഏത് നിമിഷം വേണമെങ്കിലും അത് മാറ്റി പറയുന്ന ഒരു സ്വഭാവ രീതിയാണ് ഇപ്പോൾ ട്രംപ് പ്രകടമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ആക്രമിക്കാനുള്ള സൈനിക സന്നാഹങ്ങൾ തയ്യാറാക്കുന്നതിനും ട്രംപ് ചുക്കാൻ പിടിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. യുദ്ധത്തിൽ നിലപാട് മാറ്റിക്കളിച്ചുകൊണ്ട് ട്രംപ് എല്ലാവരെയും ആശയക്കുഴപ്പത്തിലേക്ക് വഴിവെക്കുകയാണ്. ഇതിൽ ബാധിക്കപ്പെടുന്ന രാജ്യങ്ങളെയോ അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെയോ ഓർക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന നിലപാട് ഇവിടെ ഇറാൻ നഗരങ്ങളിൽ വലിയ രീതിയിൽ, അതായത് ഈ ഒരു രീതിയിലുള്ള നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നതിനിടയിലാണ് ട്രംപ് ഇത്തരത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ പോലും ഒരു മുൻകൈയും എടുക്കാതെ ഇത്തരത്തിൽ വാക്കുകൾ മാറ്റി പറയുന്നത്. ഇറാനിയൻ നഗരങ്ങളിൽ US-ഇസ്രയേൽ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. നാദൻസ് ആണവ കേന്ദ്രം വീണ്ടും ആക്രമിച്ചു. അതേപോലെ തന്നെ റേഡിയേഷൻ ചോർച്ചയോ ആളപായമോ ഇവിടെ ഇതുവരെയും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഡിഗോ ഗാഷ്യസ് ദ്വീപിലെ US-UK സൈനിക ബേസിലേക്ക് ഇറാൻ 2 ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തുവിട്ടത്. ഒന്ന് ലക്ഷ്യം കണ്ടില്ലെന്ന് മാത്രമല്ല, മറ്റൊന്നിനെ US യുദ്ധക്കപ്പൽ തകർക്കുകയുമാണ് ചെയ്തത്. 2500 കിലോമീറ്റർ വരെ പ്രഹര പരിധിയുള്ള മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഡിഗോ ഗാഷ്യസ് ഇറാനിൽ നിന്ന് ഏകദേശം 3800 കിലോമീറ്റർ അകലെയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതേസമയം LPG ക്ഷാമം അടക്കം പ്രതിസന്ധി ഉടലെടുത്തതിന് പിന്നാലെ തന്നെ ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസൻഷ്കിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എണ്ണക്കപ്പലുകൾ കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് തുറന്നു തന്നെ കിടക്കണമെന്ന ആവശ്യമാണ് അറിയിച്ചിരിക്കുന്നത്. കപ്പൽ ഗതാഗതം സുഗമമായും സുരക്ഷിതമാക്കണമെന്നും മേഖലയിലെ എണ്ണ ഫാക്ടറികൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് പശ്ചിമേഷ്യൻ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നതിനെ ആഗോളതലത്തിൽ വലിയ ആശങ്കകൾ ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ അമേരിക്ക ആരംഭിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും അതിനായി തന്നെ 2 വിശ്വസ്തരെ ഇവിടെ ചുമതലപ്പെടുത്തിയതായി തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന്റെ എല്ലാം വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി തന്നെ വ്യക്തമാകുന്നു. അതേസമയം നേരത്തെ തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ ഇപ്പോൾ വലിയ രീതിയിൽ ഇസ്രയേലിന് നേരെ തിരിച്ചടി നൽകിയതായും വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ആക്രമണം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്നും യുദ്ധം ഉടനെങ്ങും അവസാനിപ്പിക്കില്ല എന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. മേഖലയിൽ സംഘർഷം ആഗോളതലത്തിൽ ആശങ്ക പടർത്തുകയും അതേപോലെ തന്നെ വലിയ രീതിയിൽ നീക്കങ്ങൾ, പ്രശ്നപരിഹാരത്തിനായുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സമാധാന ചർച്ചകൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താല്പര്യം പ്രകടിപ്പിക്കുകയും പിന്നീട് അത് മാറ്റി പറയുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആശയക്കുഴപ്പത്തിലേക്ക് എത്തിക്കുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.